നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 365th day. Today 55th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 365 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 55ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 65ാം അധ്യായത്തിലെ 55ാമത്തെ ശ്ലോകം. ഓം തത്സത്. അസ്മാകം പ്രളയം യസ്യ സദ്യ അസ്മാകം പ്രളയം സദ്യ കഥാ ചേയം കരിഷ്യതി ആർദ്രം ശുക്രം ലഘും സ്ഥൂലം വാക്മനഃകർമ്മഭികൃതം. ഓം ശ്രീകൃഷ്ണായ നമഃ. അസ്മാകം പ്രളയം സദ്യ കഥാ ചേയം കരിഷ്യതി ആർദ്രം ശുഷ്കം ലഘു സ്ഥൂലം വാക്മനഃകർമ്മഭികൃതം. ഓം തത്സത്. അസ്മാകം എന്നാൽ പാപങ്ങൾ. അസ്മാകം എന്ന് പറയുന്നത് പാപങ്ങൾ തന്നെത്താൻ വിചാരിക്കുന്നു. ദാ ഈ ഭാഗവത കഥ ഇപ്പോൾ ഞങ്ങളെ നശിപ്പിക്കും, നമ്മൾ ഇല്ലാതാകാൻ പോകുന്നു, ഈ കഥ നമ്മളെ ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞ് ആ പാപങ്ങളൊക്കെ ഭയപ്പെടുമത്രേ ഭാഗവത കഥ കേൾക്കുമ്പോൾ. ഭാഗവത കഥയിൽ ആർദ്രമായിട്ടുള്ള, ശുഷ്കമായിട്ടുള്ള, ലഘുവായിട്ടുള്ള, സ്ഥൂലമായിട്ടുള്ള മനസ്സുകൊണ്ട്, കർമ്മം കൊണ്ട്, വാക്കുകൊണ്ട് എല്ലാം ചെയ്യുന്ന എല്ലാവിധ പാപങ്ങളും ഭയന്ന് ഓടിപ്പോകുമത്രേ എന്നാണ് പറയുന്നത്. ആർദ്രം എന്ന് പറഞ്ഞാൽ അറിവോടുകൂടി നാം ചെയ്യുന്ന പാപങ്ങൾ, വേണമെന്ന് കരുതി ഓരോരുത്തരെ വധിക്കുന്നതും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ആർദ്രം എന്ന് പറയുന്നത്. ശുഷ്കം എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ ചെയ്യുന്നത്, അറിയാതെ ചില സമയത്ത് നമ്മൾ പാപങ്ങൾ ചെയ്തു പോകും. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടൊക്കെ നല്ല മനുഷ്യരൊക്കെ പാപങ്ങൾ ചെയ്യുന്നത് നാം കാണാറുണ്ട്. പിന്നീട് സ്ഥൂലം, ലഘു എന്ന് പറഞ്ഞാൽ ചെറിയ കൊതു, പാറ്റ ഇങ്ങനെയുള്ളതിനെ നമ്മളെ ഉപദ്രവിക്കുമ്പോഴൊക്കെ അറിയാതെ കൊന്നുപോകുന്നത്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ ആട്, പശു ഇങ്ങനെയുള്ള ജന്തുക്കളെ വധിക്കുന്നത്. വാങ് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വിചാരിക്കുന്നതും മറ്റുള്ളവരെ ശപിക്കുന്നതും ഒക്കെ അതും ഒരു പാപമാണ്. മനസ്സുകൊണ്ട് ചെയ്യും. കർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിന് തടസ്സം, മറ്റുള്ളവരുടെ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാക്കുന്നതും അടിക്കുന്നതും ഉപദ്രവിക്കുന്നതുമൊക്കെ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. ഇങ്ങനെയുള്ള ഈ എല്ലാ പാപങ്ങളും ആർദ്രം, ശുഷ്കം, ലഘു, സ്ഥൂലം, വാക്ക്, മനസ്സ്, കർമ്മം ഇങ്ങനെ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ശ്രീമദ് മഹാഭാഗവത കഥ കേൾക്കുമ്പോൾ ഭയന്ന് ഓടിപ്പോകും എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി ആ പാപങ്ങൾ വിചാരിക്കുന്നതാണ് പറയുന്നത്. അസ്മാകം പ്രളയം സദ്യ സദാ ചേയം കരിഷ്യതി ആർദ്രം ശുഷ്കം ലഘു സ്ഥൂലം വാക്മനഃകർമ്മഭികൃതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.